പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ അഭിനേത്രിയാണ് ലെന. അഭിനയത്തിന്റെ കാര്യത്തിലും ജീവിതത്തിലും ലെന ബോൾഡായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തയായി എല്ലാതരം കഥാപാത്രങ്ങളിലും താരം എത്താറുണ്ട്. മലയാളത്തിലും തമിഴിലും സജീവയായ താരത്തിന്റെ പുതിയ ലുക്കിലുള്ള ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. വ്യത്യസ്തമായ വേഷങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ലെന. തന്നെക്കാൾ പ്രായത്തിന് മൂത്ത നായകന്റെ അമ്മയായും കാമുകിയായും എല്ലാം വെള്ളിത്തിരയിൽ തിളങ്ങി കഴിവ് തെളിയിച്ച നടി. ഇത്തരം ബോൾഡായ തീരുമാനങ്ങളാണ് ലെനയെ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിലും ലെനയ്ക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. മലയാളത്തിലും തമിഴിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് സജീവയാണ് താരം. ഒരു യമണ്ടൻ പ്രേമകഥയിലും താരം ഒരു മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് സൂചന. ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്താനിരിക്കുമ്പോൾ ലെനയുടെ പുതിയ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. ഏതുതരം കഥാപാത്രവും ലെനയിൽ സുരക്ഷിതമാണ്. അഭിനയത്തിൽ മാത്രമല്ല, മേക്ക് ഓവറിലും കോസ്റ്റ്യൂം സെൻസിലുമൊക്കെ ലെന വേറെ ലെവലാണ്. ഇടയ്ക്കിടെ ഗെറ്റപ്പ് ചേഞ്ചുകളിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന ലെന അടുത്തിടെ തല മൊട്ടയടിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴത്തെ ലെനയുടെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. മുടി ബോയ് കട്ട് ചെയ്ത് വശങ്ങളിൽ സ്വർണ്ണ തുന്നലുകളോടുകൂടിയ വാടാമുല്ല കളറിലുള്ള മനോഹരമായ ഡ്രസ്സ് ധരിച്ചാണ് ലെന ഫോട്ടോഷൂട്ടിലുള്ളത്. കഴുത്തിൽ വീതിയേറെ നെക്ലസ് ആണ് ധരിച്ചിരിക്കുന്നത്. ചെയിനുള്ള മൂക്കുത്തിയും കൈ നിറയെ വളകളും അണിഞ്ഞ് അതീവ സുന്ദരിയായിട്ടാണ് താരം. വ്യത്യസ്തമായ വേഷത്തിലും സ്റ്റൈലിലുമൊക്കെ എത്താറുള്ള ലെനയുടെ പുതിയ ചിത്രങ്ങൾ കണ്ട് അമ്പരപ്പിലാണ് ആരാധകർ. തോമസ് ജേക്കബ്സ് ഫോട്ടോഗ്രാഫിയാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഇതിനോടകം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. Entertainment Desk, Cine Life.